നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 802. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്തിൽ 59-ാം സർഗം ഗുണത്രയ നിരൂപണം. അതിൽ 38-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? ആഹാരം സാത്വികം ശുദ്ധം ഹിതം സുലഭമായതും. ഹിതം ആഗ്രഹങ്ങൾ സുലഭമായതും സ്വാദിന്നു പലതും ചേർത്ത് നിർമ്മിക്കുന്നതു രാജസം. ഇനി ഇന്ന് മുതൽക്ക് പറയാനുള്ളത് നിഷിദ്ധം മലിനം രോഗപ്രദമായതു താമസം. തമോ ഗുണം പാടില്ല. കാരണം എന്താ? നിഷിദ്ധം നോ നിഷിദ്ധം മലിനം രോഗപ്രദം ആയതു താമസം. സ്വാത്വികം സുഖം ആത്മീകം. സ്വാത്വികം സുഖം ആത്മീയം രാജസം ബാഹ്യമാം സുഖം. രാജസം ബാഹ്യസുഖമുള്ളൂ എന്നർത്ഥം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം, അതാണ് ആന്തരികം. എന്ത് വന്നാലും സ്വസ്തി പ്രജാഭ്യാം, പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവണം. പറഞ്ഞേ. മാദകങ്ങളിൽ ഉൾപ്പെട്ടു മനസ്സേറെ മയങ്ങിയും. എല്ലാം ഗുണദോഷങ്ങളാണ്. അതായത് മാദകങ്ങളിൽ ഉൾപ്പെട്ടു മനസ്സേറെ മയങ്ങിയും. ഈ റാപ്പ് പാട്ട് അല്ലെങ്കിൽ ഒരു സംഗീത നിശ, ആണും പെണ്ണും വ്യത്യാസമില്ലാണ്ട് എല്ലാവരും നിന്ന് റാമ്പിൻ്റെ 2 ഭാഗത്തും സ്റ്റേജിൻ്റെ 3 ഭാഗത്തും നിന്ന് ചാടുക. മൊത്തം മോശമാണ്. ആസ്വാദനം വേണോ? നിങ്ങൾ ഇരുന്ന് കേൾക്കൂ, ശാന്തമായിട്ട് കേൾക്കൂ. മാദകങ്ങൾ ഉൾപ്പെടരുത് എന്നർത്ഥം. മാദകങ്ങൾ തന്നെയാണ് അർത്ഥം മതം പൊട്ടുക എന്ന് പറയുന്നത്. ഇപ്പം മതം പൊട്ടിയിട്ടുള്ള ഒരു സ്റ്റൈലാണ് കണ്ടുവരുന്നത്. അത് മോശമാണ്. മാദകങ്ങളിൽ ഉൾപ്പെട്ടു മനസ്സ് ഏറെ മയങ്ങിയും കുടുംബം പോറ്റിയും മറ്റും ഉണ്ടാകുന്നതു താമസം. നിർഗുണം ഭഗവദ്ധ്യാനം. നിർഗുണം ഭഗവദ്ധ്യാനാദികളാലുളവാം സുഖം. സത്വാദി 3 ഗുണവും സംസാരത്തിനു ഹേതുവാം. സംസാരത്തിന് കാരണമായിരിക്കുന്നതാണ് പ്രകൃതി ഗുണങ്ങൾ. മുൻ ചൊല്ലിയ വിധം ജാഗ്രതാദിയാം 11 ത്രിഗുണങ്ങളിൽ ഉല്ലാസം വളർത്തുന്നവ മാത്രമാം. മുൻ ചൊല്ലിയ വിധം ജാഗ്രതാദിയാം, ജാഗ്രം സ്വപ്നം സുഷുപ്തി എന്നൊക്കെ പറയണ്ടല്ലോ. ജാഗ്രതാദിയാം 11 ഇവ ത്രിഗുണങ്ങളിൽ ഉല്ലാസം വളർത്തുന്നവ മാത്രമാം. കാൺമതും കേൾപ്പതും ബുദ്ധി. കാൺമതും കേൾപ്പതും ബുദ്ധിക്ക് അറിവാൻ കഴിയുന്നതും സർവം ജീവപ്രകൃതി സംബന്ധമാം ത്രിഗുണാത്മകം. എല്ലാം പ്രകൃതിയിൽ നിബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറ്റ് ലീഡ്സ് ടു എ PhD ഡിഗ്രി ഇൻ വേദാന്തം. വേദാന്തം അറിഞ്ഞാണ്ടുള്ള ജീവിതം വട്ടപ്പൂജ്യമാണ്. അതാണ് പറയണത്. കാൺമതും കേൾപ്പതും ബുദ്ധിക്ക് അറിവാൻ കഴിയുന്നതും സർവം ജീവപ്രകൃതി സംബന്ധമാം ത്രിഗുണാത്മകം. ഇതെല്ലാം ഓർത്ത് സംസാരം വളർത്തും ഇവയൊക്കെയും ഭക്തി കൊണ്ട് അകതാരിങ്കൽ നിന്ന് അകറ്റുകിൽ അത്രയും.
ഓം നമ എന്ന് എഴുതി വെച്ചോടെ. എന്താ അതിനേക്കാൾ ഒന്നും വിശേഷിപ്പിക്കല്ലേ ഇനി. ഇതെല്ലാം ഓർത്ത് സംസാരം വളർത്തും ഇവയൊക്കെയും ഭക്തി കൊണ്ടകതാരിങ്കൽ നിന്നകറ്റുകിൽ എത്രയും സംസിദ്ധി പൂണ്ട് ഉടൻ ജീവൻ ഈശ്വരൻ തന്നെയായി വരും. ഓരോരുത്തരിലുമുള്ള ജീവൻ ഉള്ളിലുള്ള മലീനസമായ പ്രകൃതത്തെ പുറത്തേക്കാക്കിയാൽ ഒരു തേജോപുഞ്ചം. ആ തേജോപുഞ്ചം എന്താ? അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അതാണ് സംശുദ്ധി പൂണ്ടുടൻ ജീവൻ ഈശ്വരൻ തന്നെയായി വരും. അപ്പം ഈശ്വരൻ അകത്താണ്, ഒരു സംശയമില്ല. അപ്പോൾ സംശുദ്ധി പൂണ്ടുടൻ ജീവൻ ഈശ്വരൻ തന്നെയായി വരും. ഹരേ കൃഷ്ണ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ആകയാൽ ഇത്തരം ദേഹം ഭക്തി വിജ്ഞാന സാധനം. ഈ ശരീരം ഇല്ലെങ്കിൽ ഭക്തിയുമില്ല, ജ്ഞാനവുമില്ല, വിജ്ഞാനവുമില്ല. ഭക്തി ജ്ഞാന വിജ്ഞാനം ഇല്ലേ, വൈരാഗ്യമില്ല. അപ്പോൾ ഈശ്വരനെ അറിയാൻ ഈ ശരീരം വേണം. 1 വട്ടം 2 വട്ടം 3 വട്ടം. ശരീരം വീഴുന്നതിൻ്റെ മുമ്പേ എന്ത് ചെയ്യണം? ഈശ്വരനായിട്ട് ലയിക്കാൻ സാധിക്കണം. എന്നാൽ എന്താ? പുനരഭിജനനം പുനരഭിമരണം ഉണ്ടാവില്ല. അപ്പോൾ പറയണു, ആകയാൽ ഇത്തരം ദേഹം ഭക്തി വിജ്ഞാന സാധനം കൈവന്ന പുണ്യവാൻ തെറ്റാതെ ഇന്ദ്രിയങ്ങൾ അടക്കിയും ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്തും. ആരെ? വിവേകമുള്ളവൻ. അപ്പോൾ ഭക്തി വിജ്ഞാന സാധനം കൈവന്ന പുണ്യവാൻ തെറ്റാതെ ഇന്ദ്രിയങ്ങളടക്കിയും സംഘങ്ങളെല്ലാം കൈവിട്ടും എന്നെ സേവിച്ചു കൊള്ളണം. ഭഗവാനെ സേവിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഭഗവാൻ പ്രഭുവും നമ്മൾ ഭൃത്യനായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ പ്രഭുവിൽ ലയനം പ്രാപിക്കാൻ പറ്റും. സത്വം വളർത്തി നീക്കേണം മറ്റു രണ്ടും പ്രശാന്തനായി. രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കണം. സത്വം വളർത്തി നീക്കേണം മറ്റു രണ്ടും പ്രശാന്തനായി. തന്നെത്താനായതും ഉടൻ നീങ്ങും നിഷ്കാമ ഭക്തിയാൽ. നിഷ്കാമ ഭക്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ വരുള്ളൂ. നീഡ് ബേസുള്ള ഭക്തി ഒന്നും നടക്കില്ല. തന്നെത്താനായതും ഉടൻ നീങ്ങും നിഷ്കാമ ഭക്തിയാൽ. ഈ മട്ട് അനാദിയായുണ്ടാം ഗുണചിന്തകളൊക്കെയും. ഈ മട്ട് അനാദി, ഏത് കാലം മുതൽക്കാന്ന് പറയാൻ പറ്റില്ല, ഫ്രം ദി വെരി ബിഗിനിങ്. അപ്പോൾ ഈ മട്ട് അനാദിയായുണ്ടാം ഗുണചിന്തകളൊക്കെയും വെടിഞ്ഞിടുകിൽ ഈ ജീവൻ വിളങ്ങും ബ്രഹ്മനിഷ്ഠനായി. അപ്പോൾ ഗുണചിന്തകളൊക്കെ വിട്ടാൽ പ്രശാന്തസുന്ദരമായി ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ആത്മചൈതന്യത്തിനെ അനുഭൂതി മണ്ഡലത്തിൽ അനുഭവിക്കാം. അതിനാണ് ഈ തന്ത്രപ്പാട് മുഴുവൻ. വെടിഞ്ഞിടുകിൽ ഈ ജീവൻ വിളങ്ങും ബ്രഹ്മനിഷ്ഠനായി. മികവഴും സ്വയം പ്രജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മികവഴും ഭഗവത് കഥ ആദി അകലെ നീക്കേണം. ഭഗവത് കഥനാദി ഭഗവത് കഥനാദി എന്ന് പറഞ്ഞാ കേൾക്കുക, മനനം ചെയ്യുക, സ്ഥിരീകരിക്കുക, സ്ഥിതി ചെയ്യുക. കഥനാദിയാകയാൽ നീക്കണം ഈ ഗുണവിഭ്രമം. ഈ ഗുണങ്ങളോടുള്ള വിഭ്രമം ഭഗവാന്റെ തത്വ ഉപദേശങ്ങളെ കൊണ്ട് നീക്കാൻ സാധിക്കണം. എന്നിട്ടോ സുലഭമല്ലിതുമാതിരി ജന്മം എന്നറിയണം നരദേഹി. ദേഹം എന്നവൻ ഈ ശരീരം ധരിച്ചിട്ടുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജന്മം അത്ര സുലഭമല്ല. 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിൽ ഒന്ന് മാത്രമാണ് ഈ മനുഷ്യജന്മം. അത് ഗ്യാരൻറ്റീഡ് അല്ല. അത് ഗ്യാരൻറ്റി ആവണത് എപ്പോഴാണ്?
ബാക്കിയുള്ള ജന്മങ്ങളിലെ സാത്വിക ഗുണം മാത്രം വെച്ച് ജീവിച്ച് പോരണം. അപ്പോൾ ഒരു ചാൻസ് കിട്ടും മനുഷ്യനാവാൻ. മനുഷ്യനായാൽ ആത്മാവിനെ ഉദ്ധരിച്ച് മേലോട്ട് ഉയരാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ നരകം നരകം നരകം. സുലഭമല്ല ഇതുമാതിരി ജന്മം എന്നറിയണം നരദേഹം എന്നവൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസന കാണ്ഡേ ഏകോന ഷഷ്ടിതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 60-ാം സർഗം പൂരൂരുവസിൻ്റെ അനുഭവം. ഈ കഥ പൂരൂരുവസിനെ പറ്റിയിട്ട് ഇതിൻ്റെ മുമ്പ് വളരെയധികം പറയണ്ടായി. ഇനിയിപ്പോൾ ഈ ശ്രീകൃഷ്ണ കഥാമൃതം എന്നുള്ളത് ഒരു 10-40 പേജോട് കൂടി കഴിയാൻ പോവുകയാണ്. 10-40 പേജേ ഉള്ളൂ, അല്ലെങ്കിൽ 60 പേജെന്ന് വിചാരിച്ചോളൂ. അതെ, 60 പേജ്. അപ്പോൾ 30 ഏട്. അതെ. അപ്പോൾ ഇനി പൂരൂരുവസിൻ്റെ സ്ഥിതി കൊണ്ടുവരണം. എന്താ? പൂരൂരുവസിനെ പോലെ ആവരുത് എന്നാണ് പറയണത്. കേൾക്കാം. 60-ാം സർഗം. ഉൾപ്പൂവിൽ മേവും ആത്മാവിൻ പ്രത്യക്ഷാനുഭവം വരെ നേടാൻ കൊള്ളും ഒരു ഈ മർത്യദേഹം കൈവന്ന ഭാഗ്യവാൻ. അതായത് ഉൾപ്പൂവിൽ മേവും ആത്മാവിൽ. ഈ ആത്മാവ് ബ്രഹ്മം എവിടെ സ്ഥിതി ചെയ്യുന്നത്? മനസ്സിൽ. മനസ്സിൽ എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ചിതാകാശ ഗുഹയിൽ. ചിത്ത് എന്നുള്ള ഗുഹയിൽ. ഗുഫ. ഗുഹ അല്ല, അത് മലയാളം. ഗുഫ. അപ്പോൾ ഉൾപ്പൂവിൽ മേവും ആത്മാവിൻ പ്രത്യക്ഷാനുഭവം വരെ, അനുഭൂതി വരെ നേടാൻ കൊള്ളും ഒരീ മർത്യദേഹം കൈവന്ന ഭാഗ്യവാൻ. വെറും പ്രാകൃത കാര്യങ്ങൾക്ക് എത്രയോ ജന്മമൂഴിയിൽ പാഴായി തീർന്ന മഹാനഷ്ടം ഓർത്ത് ഉണർന്ന് ഇനിയെങ്കിലും. മനുഷ്യജന്മം കിട്ടിയിട്ട് അത് പാഴാക്കുന്ന ജനസമൂഹങ്ങളാണ് 99.99%. ബാക്കി 0.1% എന്ത് ചെയ്യണത്? ആത്മാനുഭൂതി. തൻ്റെ ഉള്ളിലാണ് ചൈതന്യം എന്നറിഞ്ഞ് പെരുമാറുന്നവർ. വെറും പ്രാകൃത കാര്യങ്ങൾക്കൊത്രയോ ജന്മമൂഴിയിൽ പാഴായി തീർന്ന മഹാനഷ്ടമോർത്തുണർന്നിനിയെങ്കിലും മടികൂടാതെ, വെറുപ്പില്ലാണ്ട്, ജാഗ്രതാവസ്ഥയിൽ ഉണർവോടുകൂടി എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നാരായണം ഭജെ, നാരായണം ഭജെ. മടികൂടാതെ ഭഗവൻ കീർത്തന ശ്രവണാദിയിൽ മുഴുകിയിടുകിൽ ആത്മാവാം അവനിൽ താം നിരന്തരം വിളങ്ങും എന്നോട് അലിവാർന്നവൻ ചേരും അസംശയം. എന്നിൽ ചേരണം എന്ന് താല്പര്യമുള്ളവരെ ഞാൻ ചേർക്കും. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. മടികൂടാതെ ഭഗവൽ കീർത്തന ശ്രവണാദിയിൽ മുഴുകിയിടുകിൽ ആത്മാവാം അവനിൽ താൻ നിരന്തരം. ആത്മാവാം അവനിൽ. ആത്മാവാകുന്ന പരബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണൻ, ശ്രീഹരി. മുഴുകിയിടുകിൽ ആത്മാവാം അവനിൽ താൻ നിരന്തരം വിളങ്ങും എന്നോട് അലിവാർന്നവൻ ചേരും അസംശയം. ഭക്തിജ്ഞാന പ്രഭാവത്താലുള്ളം സംശുദ്ധമായവൻ. അതിന് പ്രീ കണ്ടീഷനാണ് പറഞ്ഞത്. എന്താ? ഭക്തിജ്ഞാന പ്രഭാവത്താലുള്ളം സംശുദ്ധമായവൻ. ദേഹചിന്തയകന്ന് ആത്മസ്വരൂപം പൂണ്ടു മിന്നിടും. വളരെ ശ്രദ്ധിക്കണം. ദേഹചിന്ത അകന്ന് ഈ ശരീരം ഒരു പിടി ചാരമായി തീരേണ്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കരുത്. അതിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യത്തിനെ പറ്റിയിട്ടാണ് കോണ്ടംപ്ലേറ്റ് ചെയ്യേണ്ടത് നിരന്തരം. അതുകൊണ്ടാണ് പറഞ്ഞത് ദേഹചിന്തയകന്ന് ആത്മസ്വരൂപം പൂണ്ടുമിന്നിടും സാധാരണന്മാർ അത്യന്തം പുകഴ്ത്തും പ്രാകൃതങ്ങളിൽ. സാധാരണക്കാരെ എന്ത് ചെയ്യണു?
പ്രാകൃത കൃത്യങ്ങളിൽ പുകഴ്ത്തും. അവിടെ ആശ്ചര്യം ജനിച്ചു എന്നാ. എന്താശ്ചര്യം? ആശ്ചര്യം അവരവരുടെ ഉള്ളിലാണ്. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിയലാണ് ആശ്ചര്യം. ഹന്തഭാഗ്യം ജനാനാം എന്ന് ഭാഗവതം പറയുന്നുണ്ട്. എനിക്ക് ആ ഭാഗ്യം ജനിക്കണേ ഈശ്വര എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് കാര്യസാധ്യ പുഷ്പാഞ്ജലിയല്ല പറഞ്ഞത്. കാര്യസാധ്യ വരുന്തോറും നമ്മൾക്ക് ഈശ്വരനിൽ നിന്ന് അകലെ ചെയ്യാം. അപ്പോൾ ഭഗവത് ശരണാംബോജം മഹിത പ്രേമ സൗരഭം ഭോജമഹിത പ്രേമ സൗരഭം. ഭഗവത് ശരണാംഭോജം, ഭഗവാന്റെ തിരുപാദപത്മങ്ങളിൽ രതി ഉണ്ടാവുക എന്നത് മഹിത പ്രേമ സൗരഭം, ഏറ്റവും മഹിമയേറിയിട്ടുള്ള സൗരഭമുള്ള കാര്യമെന്നാണ് പറഞ്ഞത്. തരിമ്പ് പോലും തട്ടാത്ത നിസ്സാര വിഷയങ്ങളിൽ, തരിമ്പ് പോലും തലനാരിഴയ്ക്ക് വിഷയങ്ങൾ ഉണ്ടാവരുത്, വിഷയവൈരാഗ്യം വരണമെന്നാണ്. തരിമ്പ് പോലും തട്ടാത്ത നിസ്സാര വിഷയങ്ങളിൽ വ്യാപരിക്കേണ്ടി വന്നാലും ഒട്ടുകില്ലുള്ള ഉള്ളം അല്പവും. അതായത് ഉള്ളം അല്പവും എന്താ പറഞ്ഞത്? വ്യാപരിക്കേണ്ടി വന്നാലും ഒട്ടുകില്ല ഉള്ളം അല്പവും. പലേതും കാൺമതാം സ്വപ്നം പോലെ ജാഗ്രതവസ്ഥയും. പലേതും കാൺമതാം സ്വപ്നം, സ്വപ്നത്തിൽ പലതും കാണും. വീക്ക് മൈൻഡാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ ജാഗ്രത അവസ്ഥയിൽ ഞാൻ ഉൾപ്രേമം അല്ലെങ്കിൽ ഉള്ളിലുള്ള മലീനസമായ കാര്യങ്ങളെ പുറത്ത് വിട്ട് ഈശ്വര ചൈതന്യത്തിനെ ഞാൻ സ്വന്തമാക്കും എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള സ്വപ്നം കാണുന്നത്. പലേതും കാൺമതാം സ്വപ്നം പോലെ ജാഗ്രത അവസ്ഥയും സത്യമല്ലെന്ന് അകക്കാമ്പിൽ ഓർമ്മയുണ്ടാകും എപ്പോഴും. ജാഗ്രത അവസ്ഥയും സത്യമല്ല എന്ന് ഉറപ്പ് വരും. സത്യമല്ലെന്ന് അകക്കാമ്പിൽ ഓർമ്മയുണ്ടാകും എപ്പോഴും. എന്നാലും അത്രയും മുകളിൽ എത്തിയോൻ പോലും ഓർക്കണം. അത്രയും ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കാൻ സാധിച്ച് അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, അവർ കൂടി ഒരു കാര്യം ഓർക്കണം. ഉപായമറിയും വിദ്വാൻ അപായം കണ്ടുകൊള്ളണം. ഉപായം അറിയുന്ന വിദ്വാൻ അപായം, അപകടം കണ്ടുകൊള്ളണം. ശിഷ്ണോദര പരന്മാരോട് അടുത്തിടുകിൽ നിശ്ചയം. എന്താ പറഞ്ഞത്? പ്രാകൃതമായ രതി ഉള്ളവൻ വയറ് നിറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇങ്ങനെ രണ്ട് തരക്കാർ, അവരെ ഒഴിവാക്കണം എന്നാണ്. ശിഷ്ണ ഉദരപരന്മാർ, അതായത് എപ്പോഴും ശരീര വീഴ്ച വേണം. പുരുഷൻ സ്ത്രീ വീഴ്ച വേണമെന്നും സ്ത്രീ പുരുഷ വീഴ്ച വേണമെന്നും ആഗ്രഹിക്കുന്നത് അത്യന്തം അപലനീയം. കാരണം ഈ ശരീരം ഡിസ്റ്റൈൻഡ് ഫോർ വാട്ട്? കല്യാണം, അതോടുകൂടി കുടുംബ പരിവർത്തനം വേണ്ടിയിട്ടാണ്, പുത്രോൽപത്തിക്ക് വേണ്ടിയിട്ടാണ് വിവാഹം വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് അവസാനത്തെ ഊർധ്വം ഇരിക്കുന്നത് വരെ വേണമെന്ന് വിചാരിച്ചാൽ അവൻ കാസരോഗിയായിട്ട് മാറും. കാസരോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്താ പറയുക, ക്ഷയം വന്നിട്ട് ഒന്നും ഇല്ലാണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതാണ് ശിഷ്ണ ഉദര. അപ്പോൾ വീഴ്ച, ശരീര വീഴ്ച, സ്ത്രീ വീഴ്ച, പുരുഷ വീഴ്ച. പിന്നെ വയറ് നിറയ്ക്കുക. വയറൊരിക്കലും നിറയ്ക്കരുത്. കാരണം എന്താ? കാൽ പാകെ ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. കാൽ ഭാഗം വെള്ളം, അരഭാഗം വായു. എന്നാലാണ് തന്തുരുസ്തി ഉണ്ടാവുള്ളൂ, ശരീരത്തിന് ഉഷാറുണ്ടാവുള്ളൂ. എന്തിനാ ഉഷാറ് വേണ്ടത്? പ്രാകൃത കൃത്യങ്ങൾ ചെയ്യാനല്ല, ഡിവൈൻ ക്വാളിറ്റീസിൽ ഏർപ്പെടാനുള്ളതാണ് ഈ ശരീരം. അതുകൊണ്ടാണ് പറഞ്ഞത് ഉപായം അറിയും വിദ്വാൻ അപായം കണ്ടുകൊള്ളണം. ശിഷ്ണോദരപരന്മാരോടടുത്തിടുകിൽ നിശ്ചയം അതപ്പതിക്കും. അതപ്പതിക്കുന്ന പറഞ്ഞത്, അതപ്പതിക്കും. അന്ധൻ്റെ പിന്നിൽ പോം അന്ധനെന്ന പോൽ. ഒരു അന്ധൻ വഴികാട്ടിയായാൽ മുമ്പിൽ നടക്കുന്നവനും പിന്നിൽ നടക്കുന്നവനും വീഴും. നേരെ മറിച്ച് ഒരു അന്ധൻ്റെ ചോലിൽ ഒരു മുടന്തൻ കയറിയിരുന്നു വിചാരിക്കുക. മുടന്തൻ പറയുന്ന മാതിരി ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ
മുടന്തനും ആ അന്ധനും കുഴിയിൽ വീഴാതെ കണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന കഥ പറയണത്. അപ്പോൾ പറഞ്ഞു, ശിഷ്ണോദരപരന്മാരോടടുത്തിടുകിൽ നിശ്ചയം മതപ്പതിക്കും, അന്ധൻ്റെ പിന്നിൽ മന്ദനെന്ന പോൽ സാധാരണ മനുഷ്യൻ്റെ കഥ ചൊല്ലേണ്ടതില്ലിനി. ഇതിപ്പോൾ വിദ്വാൻമാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇതിനു തെളിവായോതാം അതിമഞ്ജുളം. അപ്പോൾ ഈ ഒരു കാര്യത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു കഥ നിങ്ങളോട് പറയാം. മഞ്ജുളം എന്നാണ്, മഞ്ജുളം. ഉത്കർഷവാഞ്ച ഉൾപ്പൂവിലുള്ളോർക്ക് അത്യന്ത ലാഭമാം. ജീവിതത്തിൽ ഉത്കൃഷ്ടമായ രീതിയിൽ ജീവിത സന്ധാരണം ചെയ്ത് തന്നിലെ ഈശ്വരനുമായി ലയിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള കഥയാണ് ഇത് എന്ന് പറഞ്ഞു. എന്താ? പൂരൂരവസ് എന്നുലകിൽ പുകൾ പൂണ്ട മഹീപതി ഉർവേശി വിരഹം മൂലം ആഴ്കിനാൻ യദുപുങ്കവാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് പറയാണ്, ഉദ്ധവ, പൂരൂരവസ് എന്ന ഉലകിൽ പുകൾ കൊണ്ട മഹീപതി, ചക്രവർത്തിയായിട്ട് അലങ്കരിച്ചു വരുന്ന ഒരാൾ, ഉർവശി വിരഹം മൂലം ആഴ്കിനാൻ യദുപുങ്കവ, വളരെയധികം വിഷമിച്ചു എന്നാണ് പറഞ്ഞത്. തന്നെ കൈവിട്ടൊരവളോട് അത്യന്തം ഭ്രാന്തി പൂണ്ടയാൾ, പ്രിയേ കടുപ്പം കാട്ടിയിടായക നീ, പ്രിയേ കടുപ്പം കാട്ടിയിടായക ഇനി നീ ചൊൽവതൊക്കെയും തെറ്റാതെ ചെയ്തു കൊള്ളാം ഞാൻ. ഒരു പരമവിഡ്ഢി ആയിട്ടാണ് ഇവിടെ പൂരൂരവസ് ഉർവശി എന്ന ദേവലോകത്തെ വ്യഭിചാരിണിയുടെ അടുത്ത്, അങ്ങനെ വേണം പറയാൻ. ഉർവശി, രംഭ, തിലോത്തമൊക്കെ ദേവന്മാരുടെ സ്ഥലത്ത് വ്യഭിചാരമാണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ദ്രൻ വന്നാൽ ഇന്ദ്രനുള്ളതാണ്, ഇന്ദ്രൻ ഇല്ലാത്ത സമയത്ത് വേറെ ആർക്കോ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ പറയണു, തന്നെ കൈവിട്ടറവളോട് അത്യന്തം ഭ്രാന്തി പൂണ്ടയാൾ, പ്രിയേ കടുപ്പം കാട്ടിയിടായക ഇനി നീ ചൊൽവതൊക്കെയും തെറ്റാതെ ചെയ്തു കൊള്ളാം ഞാൻ. ക്ഷമിച്ചിടേണം ഈ വിധം ഉറക്കെ ഓതിനാൻ നാണം അറ്റ് ഒരാ നരപാലകൻ മറ്റ്. അതായത് നാണമില്ലാണ്ട് ഇയാൾ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ, പ്രകൃതിയിലുള്ള വൃക്ഷലതാദികൾ കൂടി കേൾക്കത്തക്ക വിധത്തിൽ ഉയർക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉറക്കെ ഓതിനാൻ നാണം മറ്റൊരാ നരപാലകൻ അത്യധ്വാനം ചെയ്ത് ശ്രദ്ധിക്കണം, അത്യധ്വാനം ചെയ്ത് ഗന്ധർവ പ്രീതിയാലയാൾ യാഗം ചെയ്ത് അവൾ തൻ നാട്ടിൽ അണഞ്ഞാൻ ഒട്ടേറെ വത്സരം. ഗന്ധർവന്മാരെ പ്രീതിപ്പെടുത്തി ദേവാംശജമായിട്ടുള്ള രീതിയിൽ സ്വർഗത്തിൽ ഇവൾക്കൊരു റൂമുണ്ട്. ആർക്ക്? ഉർവശിക്ക് അവിടെ താമസം തുടങ്ങിയതാണ്. എങ്ങനെ? അവൾ തൻ നാട്ടിൽ അണഞ്ഞാൻ ഒട്ടേറെ വത്സരം. ക്ഷുദ്രകാമങ്ങൾ നിർലജ്ജം, അതാണ് ക്ഷുദ്രകാമങ്ങൾ. ശരീരസുഖം വേണമെന്ന് തോന്നുന്നത് ക്ഷുദ്രാണ് എന്ന് പറഞ്ഞാൽ എന്താ? നരകയാതന എടുപ്പിക്കുന്ന അർത്ഥം. ക്ഷുദ്ര നിർലജ്ജം, ലജ്ജയില്ലാണ്ട് തോന്നും. നുകർന്നങ്ങിനെ രാവും പകലും ഇടവിടാണ്ട് പോയതേതും അറിഞ്ഞില്ല സർവവും ബുധാത്മജൻ. ഇയാൾ ആരുടെ മകനാ? ബുധൻ്റെ മകനാ. ആരാ ബുധൻ? ചന്ദ്രൻ്റെ മകനാ. പറഞ്ഞ പ്രശ്നമായോ? ചന്ദ്രന് ഉണ്ടായിട്ടുള്ള മകനാ ബുധൻ. ആ ബുധൻ്റെ അംശമാണ് ഈ മഹാഭാരത കഥയിലുള്ള എന്താ പറയുക, അഭിമന്യു. വേറൊരു അംശമാണ് ആരെ? പൂരൂരവസ്. അപ്പോൾ പോയതേതും അറിഞ്ഞീല സാർവഭൗമൻ ബുധാത്മജൻ അസംഖ്യം മാണ്ട് ഉർവശീങ്കലുള്ള മയങ്ങി നിന്നങ്ങനെ ചക്രവർത്തി
കാമങ്ങൾ നീങ്ങാൻ മനുഷ്യജന്മം പാഴാവതോർത്തിങ്ങിനെ പാടിയെന്നാൾ. അതായത് എല്ലാം എത്രയോ കാലം ഇങ്ങനെ രാപ്പകല് ഉർവശിയോടുകൂടി രമിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. അപ്പോഴാണ് പരമവൈരാഗ്യം വന്നിട്ട് പാടുന്ന പാട്ടാണ് ഐളഗീതം. മൂലത്തിലുണ്ടത്, കിളിപ്പാട്ടിലൊക്കെ ഉണ്ട്. കാമങ്ങൾ നീങ്ങാഞ്ഞു മനുഷ്യജന്മം പാഴാവതോർത്തിങ്ങനെ പാടിയെന്നാൾ. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷഷ്ടിതമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. പ്രാകൃതമായ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കാതെ കണ്ട് ആധ്യാത്മിക നിലവാരം ഉയർത്തി എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ഉയർത്തി ധർമാർത്ഥ കാമ മോക്ഷം അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.